നമസ്കാരം. ലേൺ മലയാളം വിത്ത് ലവ് എന്ന മലയാളം ക്ലാസ്സിലേക്ക് 10ാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പുതിയ പാഠങ്ങളല്ല, കേരള പാഠാവലിയുടെ ആദ്യ യൂണിറ്റിൽ വരുന്ന ചാപ്റ്റർ 1, 2, 3 ആ 3 പാഠഭാഗങ്ങളിലെയും 1 മാർക്കിന്റെ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് പങ്കുവയ്ക്കുന്നത്. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഷെയർ ചെയ്യാനൊക്കെ നിങ്ങൾ ശ്രമിക്കുകയല്ല ചെയ്യുക. പിന്നെ എന്ത് വേണം? നിങ്ങൾ എന്നെ അംഗീകരിക്കുന്നുവെങ്കിൽ, എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ബാക്കി ചോദ്യോത്തരങ്ങൾ കൂടി ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ. കഥകളതിമോഹനം എന്ന കവിതാഭാഗം എഴുത്തച്ഛൻ്റെ ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ്? അധ്യാത്മരാമായണം കിളിപ്പാട്ട്, ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ദ്രോണപർവം, ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് സംഭവ പർവ്വത്തിൽ, മഹാഭാരതം കിളിപ്പാട്ട് സഭാപർവ്വത്തിൽ. ഏതാണ്? ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ദ്രോണപർവം. ഭീഷ്മസമാനൻ അരി നിവഹത്തിന്റെ വരിയിലെ അരി എന്ന വാക്കിന് പാഠസന്ദർഭത്തിന് യോജിച്ച ആശയം എന്താണ്? ഒരു ധാന്യം, നെല്ല്, ശത്രു, ഭംഗി. ഏതാണ്? ശത്രു. കർണസുഖം എന്ന പദം വിഗ്രഹിക്കുമ്പോൾ കർണന്റെ സുഖം, കർണത്തിന് സുഖം, കർണന് സുഖം, സുഖമുള്ള കർണം. ഏതാണ്? കർണത്തിന് സുഖം. ഭരദ്വാജ നന്ദനൻ എന്ന കവിതയിൽ വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? സുയോധനനെ, കർണനെ, ഭീഷ്മരെ, പിന്നെ ആരെ? ദ്രോണരെ. ആരാണ് ശരി ഉത്തരം? ദ്രോണരെ. ശരിയായ പദക്കൂട്ടം തിരഞ്ഞെടുത്ത് എഴുതുക. ഇച്ഛയാകുന്നത്, കുളിർക്കെ പറക, ഭരിക്കുന്നത് മുണ്ട്, ഭീഷ്മസമാനൻ, ഭീഷ്മർ സമാനൻ. ശരിയായ ഉത്തരം കുളിർക്കെ പറക. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: പഞ്ചവർണ്ണക്കിളി പെൺകിടാവേ തെളിഞ്ഞെഞ്ചവി രണ്ടും കുളിർക്കപ്പറക നീ, നെഞ്ചം തെളിഞ്ഞ് കുറുക്കിക്കൊഴുത്ത പാൽ പഞ്ചതാരപ്പൊടി കൂട്ടിക്കുഴമ്പാക്കി. ഇവരുടെ കാവ്യഭംഗി വിശദമാക്കുക. 2 മാർക്കിന്റെ ചോദ്യമാണ്. എന്താണ് ഇതിന്റെ കാവ്യഭംഗി? അക്ഷരങ്ങളുടെ ആവർത്തനം കൊണ്ടുള്ള ശബ്ദഭംഗി. ആ ശബ്ദഭംഗി എങ്ങനെയാണ് സിദ്ധിച്ചിരിക്കുന്നത്? ദ്വിത്യാക്ഷരപ്രാസം ഉപയോഗിച്ചാണ് ആ ഭംഗി വരുത്തിയിരിക്കുന്നത്. അല്ലെ? രണ്ടാമത്തെ അക്ഷരം ഒരുപോലെ വന്നിരിക്കുന്നു. എല്ലാ വരിയിലും രണ്ടാമത്തെ അക്ഷരം ഒരുപോലെ വന്നിരിക്കുന്നു. തെളിഞ്ഞെഞ്ചവി എന്ന പദം ഘടകപദങ്ങളാക്കുക. ഘടകപദങ്ങൾ ചേർത്ത് ഒറ്റപ്പദമാക്കിയപ്പോൾ വന്ന മാറ്റം എന്താണ്? ഇതൊക്കെ 2 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. തെളിഞ്ഞ എൻ ചെവി ഒറ്റപ്പദമാക്കിയപ്പോൾ അതിൽ സംവൃതോകാരം നമ്മൾ ഉച്ചരിക്കില്ലേ, ചന്ദ്രക്കല, അതാണ് സംവൃതോകാരം. ഇൻകംപ്ലീറ്റഡ് ആയിട്ടുള്ള ഉകാരം, അതായത് അപൂർണമായ ഉകാരസ്വരത്വമാണ് അവിടെ സംവൃതോകാരം എന്ന് പറയുന്നത്. പൂർണ്ണമായും നമ്മൾ തുറന്നുച്ചരിക്കുന്നത് വിവൃതോകാരം, അടക്കി പിടിച്ച് ഉച്ചരിക്കുന്ന ഉകാരത്തെയാണ് നമ്മൾ സംവൃതോകാരം എന്ന് പറയുന്നത്. അപ്പൊ സംവൃതോകാരം ലോപിച്ചു, പിന്നെ നകാരം പോയി, നകാരം ആദേശം ചെയ്യുകയും ചെയ്തു. ദ്രോണരെ സേനാപതിയാക്കുന്നതിന് കാരണമായി കർണൻ നിരത്തുന്ന 2 കാരണങ്ങൾ വ്യക്തമാക്കുക. എന്തൊക്കെയാണ്? കൗരവപക്ഷത്തിൽ ദ്രോണാചാര്യൻ ഉള്ളപ്പോൾ മറ്റാരെയും പരിഗണിക്കാൻ കഴിയില്ല. കൂടാതെ ഭരദ്വാജ നന്ദനായ ദ്രോണർ ഇന്നുള്ള യോദ്ധാക്കളിൽ പ്രബലനുമാണ്. അപ്പൊ 2 മാർക്കിന്റെ ചോദ്യങ്ങൾക്ക് നിശ്ചയമായിട്ടും 2 പോയിന്റ് 2, 3 സെന്റൻസ് ആക്കി ഉത്തരം എഴുതുക എന്നുള്ളത് നിർബന്ധമാണ്. കഥകളതിമോഹൻ എന്ന പാഠഭാഗത്ത് ഇനിയും ഏറെ ചോദ്യങ്ങളുണ്ട്. തീർച്ചയായും നിങ്ങൾ എൻ്റെ ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായും നിങ്ങളോടൊപ്പം ഞാനുണ്ട്. നളചരിത വാട്ടക്കഥയെ കേരളത്തിന്റെ ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കുന്നതിന്റെ ഔചിത്യം എന്ത്? കേരളീയത, സംഗീതാത്മകത, വർണ്ണാത്മകത, അതേപോലെ നാടകീയത. എന്താണ് ശരി ഉത്തരം? നാടകീയത. വിവശം നിരവലംബം മമ കുടുംബോമിനി അടിവരയിട്ട പദം നൽകുന്ന അർത്ഥ സൂചന എന്ത്? ഇവിടെ അണ്ടർലൈൻ ചെയ്യാൻ വിട്ടുപോയി. നിരവലംബം എന്നാണ്. ഓക്കെ. നിരയായി, അനാഥത്വം, സാശ്രയം, നിരാശ. ഇവിടെ നിരവലംബം എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിന് ആരുമില്ല, ഒരാശ്രയവും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അനാഥത്വമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഖഗവരൻ എങ്ങനെ വിഗ്രഹിച്ചെഴുതും? ഖഗനും വരനും, ഖഗനായ വരൻ, വരനായ ഖഗം, ഖഗന്റെ വരൻ. അപ്പോൾ ശ്രേഷ്ഠമായ പക്ഷി ശ്രേഷ്ഠൻ. ഖഗവരൻ എന്ന വാക്കിനർത്ഥം പക്ഷി ശ്രേഷ്ഠൻ എന്നാണ്. അപ്പോൾ വരനായ ഖഗം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠനായ പക്ഷി, ശ്രേഷ്ഠനായ ഖഗം എന്നാണ് അർത്ഥം. സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്ന പാഠഭാഗം നളചരിത മാട്ടക്കഥയിലെ ഏത് ദിവസത്തിൽ എന്നുള്ളതാണ്. 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം, 4-ാം ദിവസം. ഏതാണ് ശരി ഉത്തരം? 1-ാം ദിവസം.
ഹംസത്തെ സ്വന്തമാക്കാൻ നളനെ പ്രേരിപ്പിച്ച ചിന്തകൾ എന്തൊക്കെയാണ്? സ്വർണ്ണവർണ്ണം ചേർന്ന അരയന്നത്തിനോടുള്ള കൗതുകം, പിന്നെ ഹംസത്തെ ഇണക്കി വളർത്താമെന്ന ചിന്തയും, അത് ഇണക്കത്തോടുകൂടി വളർത്താമെന്ന ചിന്തയുമാണ് നളനെ ഹംസത്തെ സ്വന്തമാക്കാൻ പ്രേരിപ്പിച്ച കാരണങ്ങൾ. അതായത് ഇതുവരെ അങ്ങനെ ഒരു സ്വർണ്ണവർണ്ണമാർന്നൊരു ഹംസത്തെ കണ്ടിട്ടില്ല. അത് കണ്ടപ്പോഴുണ്ടായ കൗതുകവും, അത് മാത്രമല്ല അതിനെ ഇണക്കി അതിൻ്റെ തനിക്ക് കൊട്ടാരത്തിൽ തൻ്റെ ഒപ്പം വളർത്താമെന്ന ഒരു ആഗ്രഹം കൂടി അവിടെ ജനിച്ചിട്ടാണ് ഇപ്രകാരം ചിന്തിച്ചത്. അതിനെ സ്വന്തമാക്കാൻ